ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കണ്ടീഷൻ ഫോർ ഓൾട്ടർനേറ്റ് ഒപ്റ്റിമം സൊല്യൂഷൻ. അതായത് ചില പ്രോബ്ലത്തിന് മോർ ദാൻ വൺ സൊല്യൂഷൻ ഉണ്ടാകും. നമ്മളൊരു ഗ്രാഫിക്കൽ മെത്തേഡിൽ കണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ ഇൻ 2D, സപ്പോസ് ദിസ് ഈസ് ദ ഫീസിബിൾ റീജിയൻ. ഇതാണ് ഫീസിബിൾ റീജിയൻ എന്ന് വിചാരിക്കുക. ആൻഡ് സപ്പോസ് ദിസ് പ്രോബ്ലം ഹാസ് optimum solution at these two vertices. Suppose maximum value of z is equal to some 10, and 10 is occurred at these two vertices. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തിയററ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. Then the value of objective function on this line segment, this edge. So the value of the objective function on the edge containing these two vertices has the same value. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഇവിടെയും 10 ആണെങ്കിൽ ഈ എഡ്ജിൽ മൊത്തം 10 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എങ്ങനെ, ദിസ് ഈസ് ഫോർ 2 dimensional കേസ്. വി ക്യാൻ വിഷ്വലൈസ് ഇറ്റ്. ഫോർ ഹയർ ഡയമെൻഷൻ വി കാൺ വിഷ്വലൈസ്. ഓക്കെ, സോ വി ഹാവ് ടു ഡിറൈവ് മാത്തമാറ്റിക്കൽ കണ്ടീഷൻസ്. ഹൗ ടു ഐഡൻറ്റിഫൈ ഇറ്റ് ഹാസ് മോർ ദാൻ വൺ സൊല്യൂഷൻ. അതൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. In an optimum table, if at least one zj minus zj is 0, this is important. Suppose we have optimum table. നമ്മൾ optimum table കിട്ടി എന്ന് വിചാരിക്കുക. Suppose we reach at optimum table, and at optimum table at least one cj minus zj is 0, corresponding to a non-basic variable. Because already we know that all the basic variable, the zj minus zj corresponding to the basic variables are always 0. Okay, corresponding to a non-basic variable means it may be a decision variable or non-decision variable. Decision variables means the given variable in the objective problem. അതായത് x1, x2, x3 എന്നൊക്കെ എടുത്താണ് നമ്മുടെ decision variable. What are the non-decision means നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേരിയബിൾ. ഇൻ ദ കേസ് ഓഫ് LPP they are slack variables. Okay, so they are the decision variable, they are the non-decision variables. You got it? Okay, so whatever be the non-basic variable, maybe decision or non-decision, whatever be, if at least zj minus zj is 0 corresponding to a non-basic variable, that is the indication that another optimum is there. You got it? അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണത്. കാരണം ഇത് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില സമയങ്ങളിൽ ചില ഒബ്ജക്റ്റീവ് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് രണ്ടോ അതിൽ കൂടുതലൊക്കെ ഒപ്റ്റിമം സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഫിസിക്കൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ച് അതിലോട്ടൊക്കെ എത്തേണ്ടതായിട്ടൊക്കെ വരും. ഓക്കെ, സോ then how to, but the optimum value remains the same. To find the new solution, enter the corresponding variable to basis, take the minimum ratio for living variable, and then apply the simplex algorithm. അത് കണ്ടുപിടിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. യു സിംപ്ലി എൻ്റർ ദാറ്റ് നോൺ ബേസിക് വേരിയബിൾ. അതായത് നമ്മൾ CJ minus ZJ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ സപ്പോസ് ദർ ഇസ് എ നോൺ ബേസിക് വേരിയബിൾ ആൻഡ് കറസ്പോണ്ടിങ് ടു ദിസ് നോൺ ബേസിക് വേരിയബിൾ ഇറ്റ്സ് ദിസ് വാല്യൂ 0 അങ്ങനെ വന്നു. ആൻഡ് ദ ടേബിൾ ഈസ് ഒപ്റ്റിമം ടേബിൾ കിട്ടി. നമുക്ക് ഒപ്റ്റിമം വാല്യൂ 10 ആണെന്ന് മനസ്സിലായി. ഒരു വാല്യൂ കിട്ടി, x1 ഈക്വൽ ടു സം വാല്യൂ, x2 എല്ലാം കിട്ടി, എല്ലാം കഴിയും. ഓക്കെ, ബട്ട് ദിസ് ഇസ് ദ ഇൻഡിക്കേഷൻ ദാറ്റ് ദർ ആർ വൺ മോർ ഒപ്റ്റിമം. ഓക്കെ, അനദർ ഒപ്റ്റിമം ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷൻ ആണത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് വി എൻ്റർ ദിസ് വേരിയബിൾ. Okay, next we enter this variable, or we choose this non-basic variable as 0, the non-basic variable with 0 cj minus zj as 0. അതിനെ നമ്മൾ ബേസിക് ആയിട്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് പഴയ പ്രൊസീജിയർ റേഷ്യോ എടുക്കുക, എല്ലാം ചെയ്യുക. ഞാൻ എക്സാമ്പിൾ വെച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാക്സിമം ഓഫ് ദിസ് പ്രോബ്ലം ആൻഡ് ഇനിഷ്യൽ സിംപ്ലക്സ് ടേബിളും എഴുതി. S1, S2, S3 ആർ ദ basic, initially basic, and a value എല്ലാം സെറ്റ് ചെയ്തു. then zj's, cj minus zj's കമ്പ്യൂട്ട് ചെയ്തു. ഇവിടെ എല്ലാ ലെസ് ദാൻ 0 അല്ല. so this is not an optimum table, so further improvement is possible. so we choose the maximum as key column, and you take the ratio corresponding to positive entries. so we don't consider this one, we can't consider this one, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. so we take the ratio corresponding to positive entries. so 4/1 and 6/2.
that is 4 and 3. Then we choose the minimum is 3. So key column, key entry, key element is 2. So in a key element 1 ആക്കണം. Yes, 1 ആക്കി. Then what is the change in the basic variable? X2 will leave the basis because presently X1 is basic and X2 is non-basic. So this will enter the basis, this will leave the basis. Okay, X1 enter automatically the cost will enter out. The cost is 6. That's why this becomes 6, X1 3 respective changes are there. Then ഇത് രണ്ടും 0 ആക്കാം. So R1 goes to R1 plus this R2 ചെയ്ത് 0 കിട്ടും. What about this one? Sorry, here R1 goes to R1 minus R2, isn't it? Here ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. So take R1 minus R1. What about R3? R3 goes to R3. R3 ക്ക് എന്ത് ചേഞ്ച് വരും? R3 goes to plus R. Yeah, plus R1 plus R2. R3 goes to R3 plus R2. Okay, R2 ചെയ്ത് കഴിയുമ്പോൾ അത് 0 കിട്ടും. ഓക്കെ, എനിവേ അതെല്ലാം ചെയ്തു, അതെല്ലാം റെഡിയാക്കി ZJC കമ്പ്യൂട്ട് ചെയ്തു, CJ minus ZJ കിട്ടി. Now this table is optimum. You got it? This is an optimum table because all the entries are less than or equal to 0. അപ്പോൾ നമുക്ക് ഇവിടെ ഒപ്റ്റിമം വാല്യൂ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഹിയർ X1, വാട്ട് ഈസ് X1? X1 is 3, X2 is non-basic, so its value is 0. So so what is the value of objective function? Objective function value ഇതായിരുന്നു, Z is equal to 6x1 plus 3x2. So x1 is 3, x2 is 0, so its value is 18. So maximum value is 18. Okay, അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടി. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ചില കോണ്ടെക്സ്റ്റിൽ ഒരു ഫിസിക്കൽ പ്രോബ്ലം നമ്മുടെ ഉണ്ടാവും, ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടാവും. യൂസിങ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് വി ഹാവ് ടു കൺവേർട്ട്. നമ്മളൊരു ഇതിനെങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം കൺവേർട്ട് ചെയ്യും. ദെൻ വി സോൾവ് ദിസ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം. നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ചില സമയത്ത് ദ സൊല്യൂഷൻ ഓഫ് ദിസ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഹാസ് സംടൈംസ് ദിസ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഹാസ് സെവറൽ സൊല്യൂഷൻസ്. സപ്പോസ് ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിനൊരു 1, 2, 3 3 സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ബട്ട് വി ഹാവ് എ ഫിസിക്കൽ പ്രോബ്ലം. ഫിസിക്കൽ പ്രോബ്ലത്തിലെല്ലാം മിക്കവാറും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിലപ്പോൾ ഫസ്റ്റ് സൊല്യൂഷനായിരിക്കും നിങ്ങൾക്ക് ആദ്യമേ കിട്ടണത്. സപ്പോസ് നിങ്ങളിത് സോൾവ് ചെയ്യുമ്പോൾ ബൈ സോൾവിങ് ദിസ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം, സപ്പോസ് വി ഹാവ് ദിസ് ഫസ്റ്റ് സൊല്യൂഷൻ. ഇൻ സംടൈംസ് ദിസ് സൊല്യൂഷൻ ഈസ് നോട്ട് കോമ്പാക്റ്റബിൾ വിത്ത് അവർ ഫിസിക്കൽ സിറ്റുവേഷൻ. നിങ്ങൾ ഹീറ്റ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ അങ്ങനെ പോണത്. ഓക്കെ, അപ്പം നമ്മൾ വേറെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ ഇതും കോമ്പാക്റ്റബിൾ ആവില്ല, ചിലപ്പോൾ തേർഡ് വണ്ണായിരിക്കും കോമ്പാക്റ്റബിൾ ആവണത് ഫിസിക്കലായിട്ട്. ഓക്കെ, സോ ദിസ് കോൺസെപ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വി ഹാവ് എ ഒപ്റ്റിമൽ സൊല്യൂഷൻ 3 and 1, 3, 0, maximum is 18, but sometimes this optimum solution is not compatible with our physical situation. അപ്പോൾ നമുക്ക് അറിയണം, that time we have to know whether it has another solution that gives the same maximum. ഈ സെയിം മാക്സിമം തരണം വേറൊരു ഒപ്റ്റിമം ഉണ്ടോ നമുക്ക് അറിയണം. ഓക്കെ, that is the importance of this concept. So here it gives an indication because presently x2 is non-basic. It is clear from this table, it is clear that x2 is non-basic, isn't it? ശരിയല്ലേ? x2 ഇവിടെ ഇല്ല, so x2 non-basic ആണ്. And what is the value? What is c2 minus z2? What is z2 minus z2? Zero. That is 0. That is the indication. അതാണ് അവിടെ പറഞ്ഞത്. That is the indication of another optimum. അതാണ് അവിടെ പറഞ്ഞില്ലേ? ആ റിമാർക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഞാൻ ഇവിടെ കാണിക്കാം, കണ്ട. In an optimum table, if at least zj minus zj is 0 corresponding to a non-basic variable. Here x2 is non-basic. In this problem, x2 is non-basic. ഇവിടെ ഇല്ലാത്ത non-basic ആണ്, but its value is 0. So that is indication of another optimum. ഇനി എങ്ങനെയാണ് ഫർദർ ഇംപ്രൂവ്മെന്റ് ചെയ്യണത്? You just choose this non-basic variable as entering variable. അത് entering ആയിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് സെയിം പ്രൊസീജിയർ, യു ടേക്ക് ദ റേഷ്യോ, ചൂസ് ദ മിനിമം ആൻഡ് പിവട്ട് എടുക്കുക, എല്ലാം സെയിം, എല്ലാം പ്രൊസീജിയറാണ്.
ഞാൻ ജസ്റ്റ് അതുകൂടി നിങ്ങളെ ടേബിളിൽ പെട്ടെന്ന് കാണിച്ചു. കണ്ട ഈ Z2 minus Z2 is 0 for a non-basic variable. So there exists an alternate optimum solution. എന്ത് ചെയ്യണം? x2 will enter the basis. We have to choose this x2 as entering variable. Then all the procedure is same. ഇനി നിങ്ങൾ അതിൻ്റെ റേഷ്യോ എടുക്കുക, അതിൽ മിനിമം ചൂസ് ചെയ്യുക, then this 3/2 as pivot, then s1 will leave the basis, x2 will enter the basis. So the corresponding changes are x2 ൻ്റെ സ്ഥാനത്ത് x2 വരും, cost 5 ആവും. The cost of x2 is 5. Cost of x2 is 5 because this is our pivot element. Okay, then multiply this r1 with the 2/3 to make this entry as 1. അത് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം 0 ആക്കുക. അതെല്ലാം ഞാൻ പെട്ടെന്ന് കാണിക്കാം. 1 ആക്കി, x2 3 വന്നു, then 0 0 6300 zj കമ്പ്യൂട്ട് ചെയ്തു, cj minus zj കിട്ടി. Again all the entries are non-negative. നിങ്ങൾ നോക്കിയേ, now in this table all cj minus zj's are less than or equal to 0. So this solution is also optimum. This solution also gives optimum. Okay, what is the value? What is the value of x1 and x2? x1 is 8/3, x2 is 2/3. Okay, തൊട്ട് മുന്നേ എന്തായിരുന്നു വാല്യൂ? തൊട്ട് മുന്നേ x1 3, x2 0, the maximum is 18. Okay, now we have another solution. x1 is 8/3, x2 is 2/3. ഇത് നിങ്ങൾ കൊണ്ട് കൊടുത്തു നോക്കിയോ, സെയിം ആൻസർ കിട്ടും. Our objective function result is equal to 6x1 plus 3x2. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി എന്ത് കിട്ടും? 6 into 8/3 plus 3 into 2/3. 3 കട്ടായി 2 വരും, 16 plus 2 that is 80. The same optimum. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നിങ്ങൾ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ at this vertex objective function value is 18, at this vertex also its objective value is 18. അങ്ങനെ വരും. Okay, then we have another result. നമുക്ക് റിസൾട്ട് ഉണ്ട്. If an objective function has same value at two vertices, then it has the same value on the edge joining these two vertices. ആ രണ്ട് vertices join ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം 18 ആയിരിക്കും. ഇവിടെ 18 ആണെങ്കിൽ ഇവിടെ മൊത്തം 18 ആയിരിക്കും. ഇതെല്ലാം തിയററ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. ജസ്റ്റ് ഞാൻ പോയിന്റ്സ് പറഞ്ഞുതരാം. Okay, if you repeat the procedure, then we get second table. കണ്ടോ നിങ്ങൾ നോക്കിയേ, ഇവിടെ again there is another indication of optimum, another optimum. Why? Now this s1, now this s1 is non-basic, isn't it? Now this s1 is non-basic, but its cj minus zj is 0. So this is the indication of further optimum is possible. ഞാൻ ചെയ്ത് നോക്കി, നിങ്ങളോട് ചെയ്ത് നോക്കിക്കോ. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ടേബിൾ വരുന്ന ഈ ടേബിൾ വരും, സെക്കൻഡ് ടേബിൾ വരും. അതായത് ഈ ടേബിളിലേക്ക് പോകും, ഈ ടേബിൾ കിട്ടും, തിരിച്ചിങ്ങോട്ട് തന്നെ കിട്ടും. ദാറ്റ് മീൻസ് ദിസ് പ്രോബ്ലം ഹാസ് ടു ഒപ്റ്റിമം സൊല്യൂഷൻസ് ഓൺ ടു വെർട്ടിസസ്. രണ്ട് വെർട്ടിസസിൽ ഒപ്റ്റിമം ഉണ്ടെന്ന് കിട്ടും. ഈ സിംപ്ലക്സ് ടേബിളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന ഈ അൽഗോരിതംസ് എല്ലാം, ഈ ഇറ്ററേറ്റീവ് അൽഗോരിതംസ് എല്ലാം നമ്മൾ വെർട്ടെക്സ് മാത്രമേ സെർച്ച് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം നമ്മൾ സെർച്ച് ചെയ്യത്തില്ല. ഓക്കെ, ഈ അൽഗോരിതങ്ങളെല്ലാം ചെയ്യുന്നത് വെർട്ടെക്സിലാണ് സെർച്ച് ചെയ്യേണ്ടത്. സൊല്യൂഷൻ ഒപ്റ്റിമം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രൊസീജിയർ പോകുന്നത്. സോ നൗ വി ഹാവ് ടു വെർട്ടിസസ് വിച്ച് ഗീവ്സ് ദ ഒപ്റ്റിമം. ഓക്കെ, നിങ്ങൾ ഈ പ്രോസസ്സിന് കണ്ടിന്യൂ ചെയ്താൽ മറ്റേ ടേബിളിലേക്ക് തന്നെ പോകും. അതൊന്നും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റേഷ്യോ എടുത്താലേ ഇതിന് നമ്മൾ എൻട്രിങ് വേരിയബിൾ ചൂസ് ചെയ്തു. then you take the ratio ഇവിടെ മാത്രമേ വരത്തുള്ളൂ because these two are negative. അപ്പോൾ എന്ത് സംഭവം കണ്ട, x2 will leaves the basis, s1 will enter ചെയ്യും. അത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. if x and y are two optimal solutions, then the line segment joining them also gives the same solution. അതായത് ഇവിടെ ഒരു x എന്നുള്ള സൊല്യൂഷൻ ഉണ്ട്, ഇത് y ഉണ്ട്. Suppose the objective function has the same value on x and y, then this edge, ഈ edge ഇല്ലേ, ഈ edge joining x and y, അവിടെയും the same value ആയിരിക്കും. Then how to find what is the equation of this line segment? Okay, this is the equation of line segment between two vertices. Whatever the dimension 2 or 3 or n, whatever the dimension of x and y,
The equation of a line segment joining x and y is this one, lambda x plus 1 minus lambda y, where this lambda is varying between 0 and 1. Lambda is varying from 0 and 1. When lambda equal to 0, its value is y. When lambda equal to 1, this becomes x. Okay, so lambda is in between 0 and 1. This equation traces from y to x in a movie. On the setup of this equation. Okay, you can choose either lambda x plus 1 minus lambda y, or you can write like this, 1 minus lambda x plus lambda y. Both gives the same straight line. One is tracing from x to y, the second one is tracing from y to x. That's all. When moving, lambda is varying from 0 to 1. Okay, അപ്പോൾ രണ്ട് ഒപ്റ്റിമം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റും ഒപ്റ്റിമം ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ള ടൈ വരുന്ന കേസുകളാണ്. ടൈ വരാൻ ചില സമയത്ത് അല്ലേ. In any tie occurs in the case of entering variable, then we can choose any one of them arbitrarily. All choices give the same optimum. അതായത് നമ്മൾ എൻറ്ററിങ് വേരിയബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് zj minus zj and we choose the maximum. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം സെയിം വന്നു. ഫോർ എക്സാമ്പിൾ യു കൺസിഡർ ദിസ് പ്രോബ്ലം, ലാസ്റ്റ് പ്രോബ്ലം വെറുതെ എടുത്ത് ഞാൻ പറയാം. ഓക്കെ, ഇൻ ദിസ് എക്സാമ്പിൾ സപ്പോസ് ഇവിടെ ഒരു എൻട്രി ഇതും 6 ആണെന്ന് വിചാരിക്കും നിങ്ങൾ. ഇതും 6 ആണെങ്കിൽ എന്ത് പറ്റും? ദർ ആർ 2 മാക്സിമം, 6 and 6 ബോത്ത് ആർ മാക്സിമംസ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ചൂസ് എനി വൺ ഓഫ് ദം, അത്രേ ഉള്ളൂ. ഇത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല, ഇത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല, ഏത് ചൂസ് ചെയ്താലും ഫൈനൽ ഒപ്റ്റിമം എത്തിക്കോളും. ഓക്കെ, സോ അതാണ് ടൈ എന്ന് പറയുന്നത്. ദിസ് ഈസ് ട്രൂ ഫോർ എൻട്രിങ് ആൻഡ് ലിവിങ്, രണ്ടിനും ബാധകമാണ് ഈ കേസ്. Okay, tie വന്നിട്ട് എടുക്കാം. Any tie in the case of living variable, we can choose any one of them arbitrarily, provided minimum ratio is positive. നമ്മൾ 0 പോസിറ്റീവ് ആയിരിക്കണം. അതായത് റേഷ്യോ 0 വന്നാൽ പ്രശ്നമാണ്. 0 വന്നിട്ടുണ്ടെങ്കിൽ ഡീജനറേറ്റ് സൊല്യൂഷൻ വരും. അതിൻ്റെത്തേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം ഡീജനറേറ്റ് സൊല്യൂഷൻ പ്രാക്ടിക്കലി വളരെ റെയറായിട്ട് ഒക്കർ ചെയ്യത്തുള്ളൂ. ലിറ്ററേച്ചറിൽ നിന്നൊക്കെ മനസ്സിലാവണം അങ്ങനെയാണ്. പ്രാക്ടിക്കലി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ഈ ഡീജനറേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. തിയററ്റിക്കലി ഇറ്റ് ഇസ് പോസിബിൾ. ദാറ്റ് മീൻസ് തിയററ്റിക്കലി ഇറ്റ് ഇസ് പോസിബിൾ മീൻസ് നമ്മുടെ ടേബിളില്ലേ, ടേബിളിൽ സെക്കൻഡ് അല്ല തേർഡ് കോളം എക്സ് ബി, ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും 0 വരണ കേസാണ് ഡീജനറേറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹിയർ ദേ ആർ ദ ബേസിക് വേരിയബിൾസ്, ദ വാല്യൂ ഓഫ് ബേസിക് വേരിയബിൾ 0, സച്ച് സൊല്യൂഷൻസ് ആർ കോൾഡ് ഡീജനറേറ്റ് സൊല്യൂഷൻ. Okay, for example 0, 5, 7 എന്നുണ്ടെങ്കിൽ now this solution is degenerate. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നിങ്ങളൊരു എൻട്രി ഉണ്ടെന്ന് വിചാരിക്കും, 3, 1, 2, ഇതാണ് നമ്മുടെ എൻട്രിങ് കോളം. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് അല്ലേ, റേഷ്യോ എടുക്കുമ്പോൾ 0, ഇവിടെ ഒരു 5ഉം ഇവിടെ ഒരു 7/2 എന്ന് വരും. ഓക്കെ, 7/2 വരുമ്പോഴേക്കും ഇതാണ് ഇവിടെ ലീവ് ചെയ്യണത്. നമ്മൾ പിവട്ട് 1 ആകും. 1 ആക്കുമ്പോൾ ഈ 0 റിമെയിൻ 0, ഈ 0ൻ്റെ എഫക്റ്റ് മാറത്തില്ല. അതായത് ഈ വേരിയബിൾ 0 ആണെങ്കിൽ ബൈ 3 പിന്നെ 0 വരും. ഓക്കെ, അങ്ങനെ ഈ 0 വന്നിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം, ഡീജനറേറ്റ് സൊല്യൂഷൻ വന്നിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്ലിംഗ് എന്നുള്ളൊരു ആക്ടിവിറ്റി സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഡീജനറേറ്റ് സൊല്യൂഷൻ. ഇൻ ദ കേസ് ഓഫ് ഡീജനറേറ്റ് സൊല്യൂഷൻ വിത്ത് റേഷ്യോ 0, സിംപ്ലക്സ് അൽഗോരിതം ഫെയിൽസ് ടു ഒബ്റ്റെയിൻ ആൻ എക്സ്ട്രീമം. എക്സ്ട്രീമത്തിലേക്ക് പോകാൻ പിന്നെ ഇമ്പ്രൂവ് ചെയ്യില്ല. ഈ 0 റിമെയിൻസ് ഓൾവേസ് 0. നിങ്ങൾ ഇതിനെ ബൈ 0, ബൈ 3, ബൈ എന്ത് ചെയ്താലും ഈ 0 ആയിട്ട് തന്നെ നിൽക്കും. 0 പിന്നെ ഇമ്പ്രൂവ് ചെയ്യില്ല. ഓക്കെ, ഈ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. അതാണ് 0. അതാണ് ഡീജനറേറ്റ് സൊല്യൂഷൻ സിംപ്ലക്സ് മെത്തേഡുകളിൽ വന്നാലുള്ള കുഴപ്പം. കാരണം എപ്പോഴും മിനിമം 0 ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക് പറയണത്? അപ്പോൾ ഇൻ ദിസ് കേസ് സൈക്ലിംഗ്, ഇതിനെ സൈക്ലിംഗ് എന്നും പറയാം. അതായത് ഞാൻ എൻ്റെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം പെട്ടെന്ന്. ഫോർ എക്സാമ്പിൾ പർട്ടിക്കുലർ ഐട്രേഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്നെന്ന് വിചാരിക്കും, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ഇസഡ് ഇസ് ഈക്വൽ ടു 5 കിട്ടി. നമുക്ക് മാക്സിമം കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും. ചിലപ്പോൾ അടുത്ത ഇറ്ററേഷനിൽ 7 വരും, ചിലപ്പോൾ മാക്സിമം ഒന്നുകൂടി മാറും. പിന്നത്തെ ഇറ്ററേഷനിൽ 9 ആവും. ശരിക്കും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം 10 ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. മാക്സിമം ഓഫ് ദിസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 10 ആണെന്ന് വിചാരിക്കും. ദിസ് ഈസ് ദ മാക്സിമം ഓഫ് ഇസഡ്. ചിലപ്പോൾ ഇവിടം വരെ ഇമ്പ്രൂവ് ആവും. എന്നിട്ട് അടുത്ത ഇറ്ററേഷനിൽ ചിലപ്പോൾ നേരെ കറങ്ങി ഇവിടെ എത്തും, 5ലേക്ക് എത്തും. 579, 579 കറങ്ങിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് സൈക്ലിംഗ്. ഓക്കെ, അതിങ്ങനെ ഡീജനറേറ്റ് സൊല്യൂഷൻ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഈ സൈക്ലിംഗ് ഒഴിവാക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്, ബീൽസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ബട്ട് ലിറ്ററേച്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈക്ലിംഗ് പ്രാക്ടിക്കലി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്.
പിന്നെ മോഡേൺ സിസ്റ്റത്തിൽ ഇത് കുറേയും കൂടി കുറവാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ എപ്പോഴും റൗണ്ടിങ് എറർ വരും. ഫോർ എക്സാമ്പിൾ യു കൺസിഡർ സം 5/2 പ്ലസ് 3/5 എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി വരുമ്പോഴേക്കും കുറേ ഇറ്ററേഷൻസ് വരുമ്പോൾ റൗണ്ടിങ് എറർ വരും. ഇപ്പോൾ 3.51754 എന്നൊക്കെ പറയുമ്പോൾ റൗണ്ട് ചെയ്യപ്പോഴും ഈ റൗണ്ടിങ് എററുകൾ ആഡ് ചെയ്ത് വരുമ്പോഴും മിക്കവാറും 0 ഒന്നും വരത്തില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല. എന്തായാലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒരു കേസ് ഉണ്ട് കേട്ടോ. സിംപ്ലക്സ് ടേബിളിൻ്റെ അകത്ത് ഡീജനറേറ്റ് സൊല്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീമത്തിലേക്ക് പോകാണ്ടിരിക്കാം. സൈക്ലിംഗ് വന്നിട്ട് സൈക്ലിംഗ് ഒഴിവാക്കാൻ മെത്തേഡും ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ബീൽസ് മെത്തേഡ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. സിംപ്ലക്സ് മെത്തേഡ്. ഓക്കെ, സിംപ്ലക്സ് മെത്തേഡ് ഓക്കെ എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ